സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശങ്ങളിൽ ഉറച്ച് അടൂർ ഗോപാലകൃഷ്ണൻ. സർക്കാർ പണം ഉപയോഗിച്ച് സിനിമയെടുക്കുമ്പോൾ വിദഗ്ധർ 3 മാസം പരിശീലനം നൽകണമെന്ന് പറഞ്ഞതിൽ എന്ത് തെറ്റാണെന്ന ചോദ്യമുയർത്തിയാണ് അടൂരിന്റെ പ്രതിരോധം. പുഷ്പാവതി ശ്രദ്ധ നേടാൻ വേണ്ടി നടത്തിയ പ്രതിഷേധമാണെന്നും അടൂർ കുറ്റപ്പെടുത്തി. വയസ്സായതിനാൽ അടൂരിനെ തിരുത്താൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പുഷ്പാവതിയും തിരിച്ചടിച്ചു. അടൂരിനെതിരായ പരാതിയിൽ SC/ST കമ്മീഷൻ പോലീസിന് നോട്ടീസ് അയച്ചു. താൻ ദളിതരെയും സ്ത്രീകളെയും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയാമെന്ന് പറഞ്ഞാണ് അടൂർ വിശദീകരണം തുടങ്ങിയതെങ്കിലും സിനിമാ കോൺക്ലേവിലെ പരാമർശങ്ങളിൽ നിന്നും ഒരിഞ്ചു പിന്നോട്ട് പോയില്ല. ഏറ്റവും ആൾക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ട്രെയിനിങ് ഒരു അറിവുകേട് കൊണ്ടാണ് അതിനെതിരെ പറയുന്നത്. കവിത എഴുതുന്നു, കഥ എഴുതുന്നു, അതിനൊക്കെ അക്ഷരജ്ഞാനം വേണ്ടേ? അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു വേറൊരു ഭാഷയാണ് സിനിമയുടെ ഭാഷ. തനിക്കെതിരെ പ്രതിഷേധിച്ച പുഷ്പവതിയെ നിശിതമായി വിമർശിച്ച അടൂർ ചാലയിലെ തൊഴിലാളികൾക്കെതിരായ പരാമർശത്തിലും ഉറച്ചു നിന്നു. ഇതിനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കുട്ടിയാണ് എണീച്ചതെന്ന് പ്രതിഷേധിച്ചത്. അവർ ആ കോൺക്ലേവിൽ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളത് അതിശയമാണ്. പ്രതിഷേധിക്കണമെങ്കിൽ അവർക്ക് അറിയണേ, ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവണ്ടേ. അവർക്ക് മനസ്സിലാവാത്ത ആൾ എണീച്ചിട്ട് ശബ്ദം ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തിനാണ്? ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട്. അടൂരിനെ തള്ളിയ പുഷ്പവതി തന്റെ സിനിമയിലെ പ്രവൃത്തി പരിചയം ചൂണ്ടിക്കാട്ടി മറുപടിയുമായി എത്തി. പൈസയില്ലേ, അതുകൊണ്ട് തിരുത്താൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. SC/STക്ക് വേണ്ടി മാത്രം അങ്ങനെ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ സിനിമയായിട്ട് ഒരു 24 വർഷമായിട്ടുള്ള ബന്ധമുണ്ട്. SC/ST സമൂഹത്തെ ആകെ അപമാനിച്ചുവെന്ന് കാട്ടിയാണ് സാമൂഹ്യ പ്രവർത്തകനായ ദിനു വെയിൽ മ്യൂസിയം പോലീസിലും SC/ST കമ്മീഷനിലും അടൂരിനെതിരെ പരാതി നൽകിയത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോട് 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ SC/ST കമ്മീഷൻ നിർദ്ദേശം നൽകി. മീഡിയ 1 തിരുവനന്തപുരം.